ഒരു കാര്യം നമ്മൾ ഒരു ഓൺ കോളിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കിട്ടുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം. ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. ഒരു വാക്ക് പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. വേറെ നമുക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു വാക്ക് വ്യത്യാസം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമസ്കാരം, എൻ്റെ പേര് ജിൻസൺ ജോയ്. ഞാൻ അയിരൂർപ്പാടം ആണ് എൻ്റെ സ്ഥലം. സോളാർ വയ്ക്കാൻ മെയിൻ കാര്യം ഞാൻ കുറേ നാളുകൾ തന്നെ അന്വേഷിച്ച് നടന്നു. കറണ്ടിൻ്റെ ബില്ല് ഓരോ പ്രാവശ്യം കൂടി വരുന്നു. അപ്പോൾ എന്തോ ഒരു സൊല്യൂഷൻ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് സോളാറിനെ കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ചെയ്ത്. അപ്പോൾ പലരും ഫ്രണ്ട്സൊക്കെ ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചപ്പോൾ നല്ലൊരു അനുഭവമാണ് അവർ പറഞ്ഞത്. ബില്ലുകളിൽ ഒത്തിരി കുറവ് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും അതിലേക്ക് തിരിയാൻ കാര്യം. 1-2 വർഷം ഞാൻ അന്വേഷിച്ചൊക്കെ നടന്നതിന് ശേഷമാണ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ബ്രാൻഡുകൾ അന്വേഷിച്ചു. പലരും വന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരും. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ സർവീസും അതിന് ശേഷമുള്ള കാര്യങ്ങൾക്കും പറ്റിയ ഒരാളാണെങ്കിലാണ് നമുക്കത് ചെയ്തിട്ട് പ്രയോജനമുള്ളൂ. പല പ്രശ്നങ്ങൾ വരാൻ ഭാവിയിൽ. അപ്പോൾ അന്നേരം അത് സോർട്ട് ഔട്ട് ചെയ്യാനും പെട്ടെന്ന് ഓൺ കോളിൽ വിളിച്ചാൽ പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന ഒരു പ്രൊവൈഡർ വേണമെന്ന് തോന്നിയത് കൊണ്ട് കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു കസിൻ കൂടെ പഠിച്ച ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ടീമുണ്ട്, ജസ്റ്റ് ഒന്ന് സമീപിച്ചു നോക്കാം. അങ്ങനെയാണ് വിളിക്കുന്നത്. ജിവിനെയാണ് ഞാൻ ആദ്യം വിളിക്കുന്നത് എൻ്റെ 3 വോൾട്ടിൽ. അപ്പോൾ ജിവിൻ്റെ അവരുടെ സമീപനവും അവരുടെ പെരുമാറ്റവും എനിക്ക് കുറച്ച് റീസണബിളായിട്ട് തോന്നി. പിന്നെ റേറ്റ് വൈസ് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള മറ്റ് പല ബ്രാൻഡുകളും നോക്കി. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ അവർ കുറച്ചുകൂടെ റീസണബിളായിട്ട് തോന്നി. പിന്നെ അവർ ഉപയോഗിക്കുന്ന ഐറ്റംസ്, പാനൽസ് ആണെങ്കിലും മറ്റ് ഇൻവെർട്ടേഴ്സ് ആണെങ്കിലും അതിലുള്ള കേബിൾസ്, ഈവൻ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഓരോ പാർട്ടുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ളതാണല്ലോ അവർ യൂസ് ചെയ്യുന്നത്. മറ്റ് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ഒരു കൊട്ടേഷനൊക്കെ പല കമ്പനികളിൽ നിന്ന് വാങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് എനിക്ക് റീസണബിളായിട്ടും സമീപിക്കാവുന്ന രീതിയിൽ തോന്നിയത് കൊണ്ടാണ് റെൻവോൾട്ട് സെലക്ട് ചെയ്യാൻ കാരണം. അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഒത്തിരി കാര്യങ്ങൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് വീടുകളിൽ പല ഫീൽഡുകളിലായിട്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഒരു ഓൺ കോളിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കിട്ടുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം. ഒരിക്കലും അത് ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്ന പരിപാടിയില്ല. അവർ വിളിക്കുമ്പോൾ തന്നെ കാര്യം പറയും, ഇന്ന സമയത്ത് വരാം അല്ലെങ്കിൽ ഇന്ന ദിവസം വരാം, ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറയും. കൃത്യമായിട്ട് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ചെയ്തു തരുന്നുണ്ട്. അത് വലിയൊരു പോസിറ്റീവായിട്ട് കാണുന്നു. എനിക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അവരെ കൊണ്ട്. 5 കിലോവാട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സഫീഷ്യൻ്റായിട്ട് എനിക്കിപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വരുന്ന ഏകദേശം ഒരു 500 രൂപ താഴെയുള്ള ബില്ല്, 200-300, മാക്സിമം 500 അത്രേ വരുന്നുള്ളൂ മന്ത്ലി. കറണ്ട് ബില്ല് എനിക്ക് 4000, 5000, 6000 ഒക്കെ ചില സമയത്ത് വരും. AC ഓൺ ചെയ്യുന്ന സമയത്താണെങ്കിൽ, ചൂടുള്ള സമയത്താണെങ്കിൽ നല്ല ബില്ല് വന്നുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ വന്നിട്ട് പോയി 500-ലൊക്കെ നിൽക്കുക അല്ലെങ്കിൽ 1000 നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. AC ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് സാധാരണ TV, ഫാന്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ ഒരു വീട്ടിൽ ആവശ്യമുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വെച്ചത് കഴിഞ്ഞപ്പോൾ പലരും ഇവിടെ ഒന്ന് കാണാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും വരാറുണ്ട്. അപ്പോൾ ആരാ ചെയ്തേ, ആർക്കാ കൊടുക്കണേ, ഏതാ നല്ലതെന്നുള്ള രീതിയിൽ പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. ഞാനപ്പോൾ ഇവരെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. ഒരു വാക്ക് പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. വേറെ നമുക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു വാക്ക് വ്യത്യാസം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ഹാപ്പിയാണ് ഞാൻ എക്സ്ട്രീം ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി അന്വേഷിച്ച് നടന്നിട്ടാണ് പറഞ്ഞ് സെലക്ട് ചെയ്ത് വെച്ചിട്ടാണെങ്കിലും വളരെ ഹാപ്പിയാണ്.